ദ പെർഫെക്റ്റ് കപ്പിൾ സൂസൈൻ ബിയർ സംവിധാനം ചെയ്ത് നിക്കോൾ കിഡ്മാൻ, ഈവ് ഹ്യൂസ്റ്റൺ തുടങ്ങിയവർ അഭിനയിച്ച് നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസ് ആയിട്ടുള്ള ഈ ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. അങ്ങേയറ്റം സമ്പന്നമായിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ കുടുംബത്തിലേക്ക് മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന അമീലിയയുടെ കല്യാണം നടക്കാൻ പോവുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് അവിടെ ഒരു മരണം സംഭവിക്കുന്നു. പിന്നെ അതിന്റെ അന്വേഷണം. ഇതാണ് ഈ സീരീസിന്റെ കഥ. ശരിക്കും ഞാൻ ഈ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഒരു 1.5 ആഴ്ച മുമ്പ് കണ്ടു നിർത്തി വെച്ചതാണ്. ഒരു സുഖം തോന്നിയില്ല. വളരെ കണ്ടുമടുത്ത ഒരു സ്റ്റൈലിലാണ് കഥ മുമ്പോട്ട് പോയത്. സോ കാണുന്നില്ല എന്ന് വെച്ചതാണ്. പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ ഞാൻ ഇതിന്റെ 2ാമത്തെ എപ്പിസോഡ് കണ്ടു. അപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നി. 3ാമത്തെ എപ്പിസോഡും 4ാമത്തെ എപ്പിസോഡും ഒക്കെ ആയപ്പോഴേക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ മാറി. പിന്നെ ഞാൻ ബാക്കി ഇന്നലെയും ഇന്നുമായിട്ട് കണ്ടു തീർക്കുകയായിരുന്നു. സോ പറഞ്ഞു വന്നത്, ആദ്യത്തെ 1-2 എപ്പിസോഡുകൾ നിങ്ങളെ ഒന്ന് മുഷിപ്പിച്ചേക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ സീരീസ് നിങ്ങൾക്ക് വർക്കാവും. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ കുറെ കപ്പിൾ ഉണ്ട് കേട്ടോ. അതിൽ ആരാണ് പെർഫെക്റ്റ് കപ്പിൾ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഈ കുടുംബത്തിലെ ഓരോ മെമ്പേഴ്സിനും സെപ്പറേറ്റ് കഥകൾ, അതും ഡാർക്ക് ആയിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. സച്ച തല്ലിപ്പൊളി ഊള റിച്ച് ഫാമിലി എന്ന് തോന്നിപ്പോകും. എല്ലാവർക്കും ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ ഫേക്ക് ആണ്, വിശ്വസിക്കാനും കൊള്ളൂല. എന്തിനാ, ഇവരുടെ ഹൗസ് മെയ്ഡിന് പോലും ഒരു പുച്ഛം ആറ്റിറ്റ്യൂഡ് ഉണ്ട് സാധാരണക്കാരോട്. സോ അതൊക്കെ രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഥയുടെ ആ ഒരു സസ്പെൻസ്, കില്ലർ ആരാണെന്നുള്ള ആ ഒരു ട്വിസ്റ്റ് ഒക്കെ കൊള്ളാമായിരുന്നു. എനിക്ക് കുറച്ച് സസ്പെക്റ്റുകളുടെ ലിസ്റ്റ് ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. നമുക്ക് തോന്നും യെസ് അവർ തന്നെ എന്ന് നമുക്ക് തോന്നും, അവരെ ഇപ്പൊ പിടിച്ചു എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് ഒരു കഥയ്ക്ക് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് നൈസ് ആണെന്ന് ഞാൻ പറയും. ഇവിടെ ആരാണ് കുറ്റവാളി എന്നുള്ള എന്റെ ഊഹങ്ങളൊക്കെ തെറ്റായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സീരീസിന്റെ നല്ല കാസ്റ്റിംഗ് ആണ് കേട്ടോ, ഇൻക്ലൂഡിങ് ദ നിക്കോൾ കിഡ്മാൻ. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ളൊരു നടിയാണ്. പണ്ട് മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും പുള്ളിക്കാരിക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഇതിൽ ഈ ഫാമിലിയുടെ ഒരു സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ഗ്രിയർ എന്ന ആ ഒരു എഴുത്തുകാരിയായിട്ടാണ് നിക്കോൾ കിഡ്മാൻ വരുന്നത്. ചില സീക്രട്ട് റിവീലിംഗ് ഒക്കെ നൈസ് ആയിരുന്നു. പക്ഷെ നമുക്കൊരു സിമ്പതി എന്നാൽ പോലും തോന്നാത്ത ഒരു കഥാപാത്രമാണ്. അതേസമയം നല്ല വെറുപ്പ് തോന്നുകയും ചെയ്യും. ഈവ് ഹ്യൂസ്റ്റൺ അവതരിപ്പിച്ച നവവധു അമീലിയ കിടുവായിരുന്നു. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഈ സീരീസിലെ ഒരേ ഒരു ക്യാരക്ടറാണിതെന്ന് പറയാം. ആ ഒരു ഫാമിലിയിൽ ഫിറ്റ് ആവാത്ത, അവിടെ ബിലോങ് ചെയ്യാത്ത ഒരു ക്യാരക്ടർ. അവിടുത്തെ മറ്റ് ക്യാരക്ടേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് അവരുടെ സ്വഭാവത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കുറച്ച് മനുഷ്യത്വമൊക്കെ ഉള്ള ഒരു റോളാണ് ഈവ് ഹ്യൂസ്റ്റൺ അത് വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡോണ ലിൻ ചാംപ്ലിൻ അവതരിപ്പിച്ച ഡിറ്റക്റ്റീവ് നിക്കി ഹെൻറിയാണ് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2ാമത്തെ കഥാപാത്രം. ഈ ഊള റിച്ച് ഫാമിലിയെ ഫുള്ള് സഹിക്കണമല്ലോ എന്ന ഒരു ഭാവം തന്നെ നൈസായിരുന്നു. ചില രസകരമായിട്ടുള്ള എക്സ്പ്രഷൻസ്, അതുപോലെ ഇങ്ങനെ കേട്ടിട്ട് കുറെ ആലോചിച്ച് കുറച്ച് താമസിച്ചുള്ള റിപ്ലൈ പറയുന്ന ആ സ്റ്റൈലൊക്കെ നൈസ് ആയിരുന്നു. ഡക്കോട്ട ഫാനിങ് അവതരിപ്പിച്ച ആബിയും കൊള്ളാം. അതുപോലെ തോമസ് ആയിട്ട് വന്ന ജാക്ക് റെയ്നർ, അതുപോലെ ഡിറ്റക്റ്റീവ് ഡാൻ കാർട്ടർ ആയിട്ട് വന്ന മൈക്കിൾ ബീച്ച് എന്നിവരും നൈസ് ആയിട്ടുണ്ടായിരുന്നു. ബോളിവുഡ് താരം ഇഷാൻ ഖട്ടർ ഉൾപ്പെടെ നിരവധി താരങ്ങൾ വേറെയും ഈ സീരീസിലുണ്ട്. ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഓപ്പണിംഗ് സോങ്, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനേക്കാൾ ഇതിൽ ഇവരുടെ കുടുംബ മെമ്പേഴ്സിന്റെ ഒക്കെ സ്വന്തം കഥയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് അത്രയ്ക്ക് ത്രില്ലിംഗ് എല്ലാ ചിലയിടങ്ങളിൽ മാറുന്നുണ്ട്. സോ കുറച്ചുകൂടി ഗ്രിപ്പിംഗ് ആൻഡ് ത്രില്ലിംഗ് ആക്കാൻ പറ്റുന്ന ഒരു കഥയായിരുന്നു എന്നാണ് തോന്നിയത്. പക്ഷെ പലയിടത്തും നമ്മൾ കണ്ടുമടുത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, ചില നാടകീയ സെറ്റപ്പ് ഒക്കെ കൊണ്ട് നമ്മളെ ഈ സീരീസ് ചിലയിടങ്ങളിൽ നന്നായിട്ട് ബോറടിപ്പിക്കുന്നുമുണ്ട്. സോ ആകെ മൊത്തം ടോട്ടലിൽ മസ്റ്റ് വാച്ചോ കിടിലനോ ഒന്നുമല്ല, പക്ഷെ ഒരു ഡീസന്റ് 1 ടൈം വാച്ചബിൾ ക്രൈം ഡ്രാമയാണ്. ഒരു ആവറേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 45-50 മിനിറ്റ് വരെയുള്ള 6 എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത്. തമിഴ്, ഹിന്ദി ഡബ്ബിംഗ് ഉണ്ട്. ഞാൻ ഇംഗ്ലീഷിലാണ് കണ്ടു തുടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് തമിഴ് ഡബ്ബിംഗ് കണ്ടു തുടങ്ങി. അത് രസമായിട്ട് തോന്നിയപ്പോൾ പിന്നെ തമിഴിൽ തന്നെ അങ്ങ് കണ്ടു തീർക്കുകയായിരുന്നു. നമ്മുടെ ശ്രീജ രവിയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡിറ്റക്റ്റീവിന്. നൈസ് ആയിട്ടുണ്ടായിരുന്നു ഡബ്ബിംഗ് ഒക്കെ. പിന്നെ ഇത് 18+ സീരീസ് ആണ്, ബട്ട് അത്രയ്ക്കൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇത് ലിമിറ്റഡ് സീരീസ് ആണ്. കഥ ഒറ്റ സീസണിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. സോ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.